റിവിറ്റ് MEP മലയാളം ട്യൂട്ടോറിയലിൻ്റെ 5ാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോണത് മോഡിഫൈ ടാബിനകത്തുള്ള മിറർ പിക്ക് ആക്സസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മോഡിഫൈ ടാബിനകത്ത് 3ാമത്തെ ഒരു ടൂളാണ് മിറർ പിക്ക് ആക്സസ്. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു ടൂളുണ്ട് മിറർ ഡ്രോ ആക്സസ്. ഇതിൻ്റെ രണ്ടിൻ്റെ ഉപയോഗം ഒന്ന് തന്നെ, പക്ഷേ ഇത് ചെയ്യുന്ന രീതിയിൽ ഒരു വ്യത്യാസമുണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. മിറർ ടൂൾ ഉപയോഗിക്കുന്നത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡ്രോയിങ്ങോ എന്തെങ്കിലും നമുക്ക് അതിൻ്റെ അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനാണ് മിറർ ആക്സസ് പോയിന്റും അല്ലെങ്കിൽ മിറർ പിക്ക് ആക്സസ് പോയിന്റും കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതായത് ഇതൊരു പാർട്ടീഷനായിട്ട് നമുക്ക് എടുക്കാം. ഈ ഒരു പാർട്ടീഷൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വേറൊരു പാർട്ടീഷൻ വേണം. അതും ഇതുപോലത്തെ സെയിം ആയിരിക്കണം ഇപ്പുറത്തും വരേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മിറർ ആക്സസ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ മിറർ ടൂൾ ഉപയോഗിക്കുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ആദ്യം മിറർ പിക്ക് ആക്സസ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉപയോഗിക്കണം, അല്ലെങ്കിൽ ആ ഒരു ടൂൾ ഉപയോഗിക്കണം. അതിൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് MM എന്നാണ്. മിറർ പിക്ക് ആക്സസ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഏത് ഒബ്ജക്റ്റ് ആണോ നമുക്ക് മിറർ ചെയ്യേണ്ടത് ആ ഒരു ഒബ്ജക്റ്റിനെ ഫുള്ളായിട്ട് സെലക്ട് ചെയ്യണം. അത് കഴിഞ്ഞ് എൻ്റർ കൊടുക്കണം. എൻ്റർ കൊടുക്കുമ്പോൾ ഈ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ആയി കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് എവിടെ നിന്നാണോ നമുക്ക് ഈ ഒരു ഇത് സ്റ്റാർട്ട് ആകേണ്ടത് അവിടെ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യണം. പക്ഷെ അങ്ങനെ ക്ലിക്ക് ചെയ്യണമെങ്കിൽ മിറർ പിക്ക് ആക്സസ് പോയിന്റ് ആണ് എടുക്കുന്നത് എങ്കിൽ നമ്മളൊരു റെഫറൽ ലൈൻ കാണിച്ചു കൊടുക്കണം. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഒരു പോയിന്റ് കാണിച്ചു കൊടുത്താൽ മാത്രമാണ് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ ഒരു എറർ കാണിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു എറർ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഓൾറെഡി ഒരു വോൾ ഉണ്ട്. ആ വോളിന്റെ മേളിലായിട്ടാണ് അടുത്തൊരു വോൾ. നമ്മളിവിടെ മിറർ ചെയ്യുമ്പോൾ ആ ഒരു വോളിന്റെ മേളിലായിട്ടാണ്, അതായത് ഓവർലാപ്പിംഗ് വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഒരു വാർണിംഗ് ഇൻഡിക്കേഷൻ വന്നത്. ഓക്കെ, അതേസമയം എനിക്ക് മിറർ ചെയ്യേണ്ടത് ഈ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു പാർട്ടീഷനിൽ നിന്ന് അല്പം ഇങ്ങോട്ട് മാറിയാണ് ചെയ്യേണ്ടതെങ്കിൽ പിക്ക് ആക്സസ് എടുത്തു. അത് കഴിഞ്ഞ് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, എൻ്റർ കൊടുത്തു. പക്ഷേ ഇവിടെ നമുക്ക് റെഫറൽ ലൈൻ കാണിച്ചു കൊടുക്കാനായിട്ട് ഒന്നുമില്ല. അപ്പോൾ ആദ്യം റെഫറൽ ലൈൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആർക്കിടെക്ചറിലേക്ക് വന്നു. ആർക്കിടെക്ചറിൽ മോഡൽ ലൈൻ കൊടുത്തു. മോഡൽ ലൈൻ കൊടുത്തതിന് ശേഷം നമുക്ക് എത്ര MM മാറിയാണോ വരേണ്ടത്, ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാനിവിടെ ഒരു ലൈൻ കൊടുത്തു, ഒരു റെഫറൽ ലൈൻ കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമ്മൾ വീണ്ടും മോഡിഫൈ ടാബിലേക്ക് വന്നു. ഇവിടെ മിറർ പിക്ക് ആക്സസ് എടുത്തു. അതിനുശേഷം ഈ ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, അതിനുശേഷം എൻ്റർ കൊടുത്തു. എൻ്റർ കൊടുത്തതിന് ശേഷം ഈ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു. ഇങ്ങനെ സെലക്ട് ചെയ്യാൻ നേരത്ത് ഈ ഡിസ്റ്റൻസ് എത്രയാണോ ഇവിടെ നിന്ന് മാറിയേക്കുന്നത് അതേ ഡിസ്റ്റൻസ് ഇങ്ങോട്ട് മാറി ഇവിടെ ഒരു മിറർ ഒബ്ജക്റ്റ് വരും. അതായത് ഇതിൻ്റെ അതേ ഒബ്ജക്റ്റ് ഈ ഭാഗത്തേക്ക് വരും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മിറർ പിക്ക് ആക്സസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അടുത്തൊരു ടൂളാണ് മിറർ ഡ്രോ ആക്സസ്. അതിന്റെ ഉപയോഗം സെയിം തന്നെയാണ്, പക്ഷെ ഇത് എങ്ങനെയാണ് ചെയ്യുന്നുള്ളത് നോക്കാം. ഇവിടെ നമ്മൾ മിറർ പിക്ക് ആക്സസിൽ നമ്മൾ ഇവിടെ ഒരു മോഡൽ ലൈൻ കാണിച്ചു കൊടുക്കേണ്ടി വന്നേ. അഡീഷണൽ ആയിട്ട് നമ്മൾ ആർക്കിടെക്ചറിൽ പോയി മോഡൽ ലൈൻ എടുത്ത് ഇതുപോലെ ഒരു മോഡൽ ലൈൻ വരച്ചു കൊടുക്കേണ്ടി വന്നു. അതിനുശേഷമാണ് നമുക്ക് മിറർ ചെയ്യാൻ കഴിയാം. എന്നാൽ മിറർ ഡ്രോ ആക്സസിലേക്ക് വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇവിടെ മിറർ ഡ്രോ ആക്സസ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഏത് ഒബ്ജക്റ്റ് ആണോ നമുക്ക് മിറർ ചെയ്യേണ്ടത് ആ ഒരു ഒബ്ജക്റ്റിനെ മൊത്തത്തിലായിട്ട് സെലക്ട് ചെയ്യണം. അത് കഴിഞ്ഞ് എൻ്റർ കൊടുക്കണം. എൻ്റർ കൊടുത്തതിന് ശേഷം എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് വരേണ്ടത്. അതായത് ഇവിടെ നമ്മളൊരു മോഡൽ ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതേ ഡിസ്റ്റൻസ് ഇങ്ങോട്ടും മാറി വേണം വരാൻ. അപ്പം നമ്മൾ മിറർ പിക്ക് ആക്സസിൽ ചെയ്ത് അഡീഷണൽ ആയിട്ടൊരു മോഡൽ ലൈൻ എടുത്ത് വരച്ചു. പക്ഷേ ഇവിടെ അത് വേണ്ട. നമ്മൾ ഇത്രയും ചെയ്തതിന് ശേഷം, അതായത് ഡ്രോ ആക്സസ് സെലക്ട് ചെയ്തു, ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, എൻ്റർ കൊടുത്തു. അത് കഴിഞ്ഞ് എവിടെ നിന്നാണോ അവിടെ വെച്ചിട്ട് നമുക്കൊരു മോഡൽ ലൈൻ വരച്ചു കൊടുത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പുറത്തേക്ക് വരും. അപ്പോൾ ഇതാണ് വ്യത്യാസം. ഓക്കെ.